രഞ്ജി ട്രോഫിയിൽ രണ്ടാം ദിനം മഹാരാഷ്ട്ര എറിഞ്ഞിട്ട് കേരളം. MD നിധീഷിന്റെയും ബേസിലിന്റെയും കരുത്തിൽ മഹാരാഷ്ട്ര 239 റൺസിന് പുറത്താക്കി. മറുപടി ബാറ്റിംഗിൽ കേരളത്തിനും മോശം തുടക്കമാണ്. ആദ്യ ദിനത്തിന്റെ ആത്മവിശ്വാസത്തിലിറങ്ങിയ കേരളത്തിന് തുടക്കത്തിൽ തന്നെ രാമകൃഷ്ണ ഘോഷിനെ പുറത്താക്കി അങ്കിത് ശർമ്മ ബ്രേക്ക് ത്രൂ നൽകി. 8ാം വിക്കറ്റിൽ ഉറച്ച കോട്ട പോലെ നിന്ന വിക്കിയും ഘോഷുമാണ് മഹാരാഷ്ട്ര സ്കോർ 200 കടത്തിയത്. പിന്നാലെ വിക്കിയെയും രജനീഷിനെയും പുറത്താക്കി മഹാരാഷ്ട്രയെ ആദ്യ ഇന്നിംഗ്സിൽ 239 ഒതുക്കി കേരളത്തിന്റെ പേസർമാർ. MD നിതീഷ് 5ഉം ബേസിൽ 3ഉം വിക്കറ്റ് വീഴ്ത്തി. ഏതൻ ആപ്പിൾ ടോമും അങ്കിത് ശർമ്മയും ഓരോ വിക്കറ്റുകൾ നേടി. മറുപടി ബാറ്റിംഗിൽ കേരളത്തിന് മോശം തുടക്കം. രജനീഷിന്റെ ഇരട്ട പ്രഹരത്തിൽ കേരളം വിറച്ചു. അക്ഷയെയും ബാബ അപരിചിതനെയും രജനീഷ് വീഴ്ത്തി. രോഹൻ കുന്നുമ്മൽ സച്ചിൻ ബേബിയെ കൂട്ടുപിടിച്ച് രക്ഷയ്ക്കായി ശ്രമിച്ചെങ്കിലും മുൻ കേരള താരം ജലക് സക്സേനയ്ക്ക് മുന്നിൽ രോഹൻ കുടുങ്ങി. 27 റൺസുമായി രോഹൻ പുറത്ത്. കേരളത്തിന്റെ സ്കോർ വെറും 35. പിന്നാലെ രസം കൊല്ലിയായി മഴയെത്തിയതോടെ രണ്ടാം ദിനം അവസാനിപ്പിക്കുകയായിരുന്നു. സച്ചിൻ ബേബിയും സഞ്ജു സാംസണുമാണ് ക്രീസിൽ. 7 വിക്കറ്റുകൾ കയ്യിലിരിക്കെ ലീഡ് ലക്ഷ്യമിട്ട് മൂന്നാം ദിനം കേരളം ഇറങ്ങും. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ കേരളത്തിന്റെ സൂപ്പർ താരങ്ങൾ എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്നത് മത്സരത്തിൽ നിർണായകം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.